ഹായ്, സ്പോക്കൺ ഹിന്ദിയുടെ 40ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം വഹിൻ്റെ അർത്ഥം എന്താണ്? അവൻ, അവൾ, അത്, ആ, അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വഹിനെ വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ. ഓക്കെ, വോ എന്ന് പറയും. നിങ്ങൾക്ക് എത്രയോ സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? പക്ഷെ നിങ്ങൾ എപ്പോഴും കുറേയൊക്കെ തെറ്റുണ്ടാക്കാറുണ്ട് അല്ലേ? ആ തെറ്റുകൾക്കല്ലേ നമുക്കിന്ന് ഉത്തരം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ വോ ഗയാ അവൻ പോയിട്ടുണ്ടായിരുന്നു, വോ ഗയാ ഹേ അവൻ പോയി അല്ലേ, വോ ഗയാ ഹോഗ അവൻ പോയിട്ടുണ്ടാവാ. ഇങ്ങനത്തെ കുറേ സെൻറ്റൻസുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ വഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടീക്കേ, നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നതാണ്. വഹ് നമ്മൾ പറയാറുള്ള വോ എന്ന് പറയും. എന്താ പറയും? വോ എന്ന് പറയും. ടീക്കേ, അപ്പോൾ വോ വോ വേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ്. ടീക്കേ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ, അവർ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേ എന്ന് ഉപയോഗിക്കും. ടീക്കേ, നമ്മളിന്ന് വേ ഉപയോഗിക്കുന്നില്ല, നമ്മൾ വഹ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വഹിനെ നമ്മൾ സംസാരിക്കുമ്പോൾ ബോൾചാലിൽ നമ്മളിങ്ങനെ പറയും, വോ എന്ന് പറയും. വോ. ടീക്കേ, നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്. വോ ബഹുത്ത് മോട്ടാ ഹെ. വോ ബഹുത്ത് മോട്ടാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഭയങ്കര തടിയാണ് എന്നാണ് അല്ലേ? വഹ് ബഹുത്ത് മോട്ടാ ഹെ. ഇവിടെ വഹ് എന്ത് വന്നു? അവനായി മാറി. ഓക്കെ, വഹ് ബഹുത്ത് മോട്ടാ ഹെ. അവന് ഭയങ്കര തടിയാണ്. എങ്ങനെ പറയും നമ്മൾ? വോ ബഹുത്ത് മോട്ടാ ഹെ. നേരെ മറിച്ച് ഒരു സ്ത്രീ ഭയങ്കര തടിയാണെന്ന് പറയും. ഒരു പെൺകുട്ടി, എൻ്റെ മുന്നിലൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഭയങ്കര തടിയാണെന്ന് പറയണം. ഓക്കെ, എങ്ങനെ പറയും? വോ ബഹുത്ത് മോട്ടി ഹേ എന്ന് പറയും. എന്ത് പറയും? വോ ബഹുത്ത് മോട്ടി ഹേ. ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ്, വഹിനെ കുറിച്ചുള്ള കുറേ സെൻറ്റൻസുകളാണ്. ഓക്കെ, ഇതിൻ്റെ വേറെ പാട്ടായിട്ട് ഞാൻ വരും, പക്ഷേ ഒറ്റ ക്ലാസ്സിലൊന്നും തീരില്ല. പക്ഷേ മാക്സിമം നമുക്ക് ശ്രമിക്കാം. വോ ബഹുത്ത് മോട്ടാ ഹേ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര തടിച്ച ഒരാളാണ്. ടീക്ക്, ഭയങ്കര തടിയാന്ന് അവനെന്ന് പറയില്ലേ നമ്മൾ? അപ്പോൾ ബഹുത്ത് മോട്ടാ ആദ്മി യാർ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര തടിയിലൊരാളാണ്. ടീക്ക്, വോ ബഹുത്ത് മോട്ടി ഹേ എന്ന് പറഞ്ഞാൽ അവളായി മാറി അവിടെ. ഓക്കെ, അപ്പോൾ ഒരു പെൺകുട്ടി തടിച്ച് എന്ന് പറയുന്നത് നമ്മളെന്ന് പറയും വോ ബഹുത്ത് മോട്ടി ഹേ എന്ന് പറയും. ടീക്ക്, വോ ബഹുത്ത് പത്ലാ ഹേ. ഓ പത്ലാ ലഡ്കാ ഹേ. വോ ബഹുത്ത് പത്ലാ ലഡ്കാ ഹേ. ടീക്ക്, പത്ലാ ലഡ്കാ ഹേ എന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് മെലിഞ്ഞ ചെക്കനാണ്. ടീക്ക്, വോ ബഹുത്ത് പത്ലാ ഹേ എന്നാൽ അവൻ മെലിഞ്ഞതാണ് എന്നാണ്. ടീക്ക്, അതുപോലെ തന്നെയാണ് വോ ബീമാർ ഹേ. ടീക്കെ, വോ ബീമാർ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് സുഖമില്ല. എങ്ങനെ പറയും നമ്മൾ? അവന് സുഖമില്ല എന്ന് നമുക്ക് പറയണം. യാർ ബന്ധാന വോ ബീമാർ ഹേ എന്ന് പറയും. അങ്ങനെ പറയും നമ്മൾ? അവന് സുഖമില്ല എന്ന് പറയും. ടീക്കെ, അങ്ങനെ നമ്മൾ പറയും അവന് സുഖമില്ല എന്ന് എങ്ങനെ പറയും നമ്മൾ? വോ ബീമാർ ഹേ എന്ന് പറയും. ടീക്കെ, വോ ബീമാർ ഹേ. ടീക്കെ, വോ ബഹ് പറയണ്ട കേട്ടാ, ബഹ് ഇനി പറയരുത്. വോ തന്നെ പറഞ്ഞ് പഠിക്കുക. വോ ബീമാർ ഹേ എന്ന് പറഞ്ഞാൽ അവന് സുഖമില്ല എന്നാണ്. ടീക്കെ, അതിൻ്റെ അർത്ഥം. ടീക്കെ, വോ ഗുസ്സാമേ താ. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നാണ് അർത്ഥം. ടീക്കെ, ഗുസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം. അപ്പോൾ വോ ഗുസ്സാമേ താ എന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യത്തിലായിരുന്നു എന്നാണ്. ടീക്കെ, അവൻ ദേഷ്യത്തിലായിരുന്നു. വോ ഗുസ്സാമേ താ, അവൻ ദേഷ്യത്തിലായിരുന്നു. വോ ഗുസ്സാമേ തീ, അവള് ദേഷ്യത്തിലായിരുന്നു എന്നായി മാറും. ടീക്കെ, വോ ഗുസ്സാമേ തീ എന്ന് പറഞ്ഞാൽ അവള് ദേഷ്യത്തിലായിരുന്നു. ടീക്കെ, ആണ് പഠിക്കുന്നത്. ടീക്കെ, അടുത്ത് നോക്കാം നമുക്ക്. വോ കോൺ ഹേ. വോ കോൺ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ആരാണെന്നല്ലേ? ഈ വോ കോൺ ഹേ എന്നുള്ളത് നമുക്ക് ഞാൻ വേറെ രീതിയിൽ പറയട്ടെ. കോണേ വോ, തെറ്റുണ്ടാ? ഒരു തെറ്റുമില്ല. ഓക്കെ, നിങ്ങളത് വിചാരിക്കണ്ട, അത് ഞാൻ ഇപ്പുറത്ത് വെച്ചല്ല, ഒരു തെറ്റുമില്ല. അപ്പോൾ വ കോനേ എന്നുള്ളത് നമുക്ക് കോനേ വോ എന്നും പറയാം. ടീക്കെ, അതുപോലെ തന്നെ വോ കോൺ താ. വോ കോൺ താ, ആരോ വന്നു, എനിക്കറിയാത്ത ഒരാളാണ്. ടീക്കെ, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നതാണ്, അവൻ തിരിച്ചു പോയി. അപ്പം ഞാൻ അവനെക്കുറിച്ച് ചോദിക്കണം. എങ്ങനെ ചോദിക്കും നമ്മൾ? വോ കോൺ താ എന്ന് പറഞ്ഞാൽ എന്തായി? ആരായിരുന്നു എന്നാണ്. ടീക്കെ, അത് നേരെ മറിച്ചൊരു സ്ത്രീ ആണെങ്കിലോ വന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ചോദിക്കും വോ കോൺ തീ എന്ന് പറഞ്ഞാൽ അവള് ആരായിരുന്നു എന്നാണ്. ടീക്കെ, അപ്പോൾ വഹ്. ടീക്കെ, വഹിനെ കൊണ്ട് നമുക്ക് എത്ര സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അല്ലേ? പക്ഷെ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണ്ടേ, എങ്ങനെയാണ് അത് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച്
ഒരു ഒരു സെൻറ്റൻസിൻ്റെ കൂടെ കുറച്ച് എലാബറേറ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. ടീക്കേ, വോ വഹാ ഗയാ താ, അവനവിടെ പോയിട്ടുണ്ടായിരുന്നു. ടീക്കേ, ബട്ട് മിൽ നഹി പായ. ടീക്കേ, ആ സെൻറ്റൻസ് നോക്ക്. വോ വഹാ ഗയാ താ, അവനവിടെ പോയിട്ടുണ്ടായിരുന്നു. മഗർ, ടീക്കേ, ബട്ട് മഗർ നമുക്ക് എനിക്കിപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ല, ഞാനെന്ത് ചെയ്തു, ബട്ട് പറഞ്ഞു. ഓക്കെ, മഗർ മഗർ നെഹി മിൽ പായ അല്ലെ മിൽ നെഹി പായ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയില്ല. ടീക്കേ, വഹാ ഗയാ താ ലേക്കിൻ മിൽ നെഹി പായ. ലേക്കിൻ എന്ന് പറയാം, നമുക്ക് ലേക്കിൻ പറയാം അല്ലെങ്കിൽ മഗർ പറയാം. ഓക്കെ, അപ്പോൾ വഹ് ഗയാ താ, വഹ് അവൻ, വഹാ ഗയാ താ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ മിൽ നെഹി പായ പക്ഷേ കാണാൻ പറ്റിയില്ല. ടീക്കേ, കാണാൻ പറ്റിയില്ല. ഓക്കെ, വോ വഹാ ഗയി തി, അവളവിടെ പോയിട്ടുണ്ടായിരുന്നു. വോ വഹാ ഗയി തി ബട്ട് ലേക്കിൻ പക്ഷേ നെഹി മിൽ പായി കാണാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കണം. ഓക്കെ, അതുപോലെ ഈ വഹിനെ വെച്ചിട്ടുള്ള ഇപ്പം ഞാനിപ്പോൾ എത്ര സെൻറ്റൻസുകൾ, ഏകദേശം ഒരു 10-12 സെൻറ്റൻസുകൾ ഞാൻ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. വഹ് ബിമാർ താ, അവന് സുഖമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നു. ടീക്കേ, വഹിൻ്റെ വേറൊരു അർത്ഥം എന്താണ്? ഇത്, അത് എന്നല്ലേ. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, അപ്പോൾ വഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്നുള്ള അർത്ഥം ഉണ്ട്. ടീക്കേ, വോ വഹാരക്കോ, അത് അവിടെ വെക്കൂ എന്നെങ്ങനെ പറയും നമുക്ക്? വോ ഉദർ രക്കോ, വോ ഉദർ രക്കോ എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥമല്ലോ, അവൻ അവിടെ വെക്കുന്നതല്ല അർത്ഥം, അത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വഹിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് വരുന്നത്? ഇത് ബേസിക്കാണ്, ഈ ബേസിക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ടീക്കേ, വഹ് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് ആദ്യം കാണണം. ഓക്കെ, ബഹ് എന്ന് പറഞ്ഞാൽ അവനാണ്, അവളാണ്, അത് അല്ലെങ്കിൽ ആന്നും പറയാം, ആ എന്നുള്ള രീതിയിലുള്ള അർത്ഥം അതിനുണ്ട്. ഓക്കെ, അപ്പോൾ വോ വഹാ രക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതവിടെ വെക്ക് എന്നാണ്. ടീക്കേ, വോ വഹാ രക്കോ, അതവിടെ വയ്ക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ടീക്കേ, അപ്പം ഇത് അത് എന്നുള്ള അർത്ഥവും ഈ വഹിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ വഹിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? അവന് വരുന്നുണ്ട്, അവള് വരുന്നുണ്ട്, അത് എന്ന് വരുന്നുണ്ട്, ആ എന്ന് വരുന്നുണ്ട്. ടീക്കേ, അപ്പോൾ കുറച്ച് സെൻറ്റൻസുകളൊക്കെ ഇന്ന് നമ്മൾ പഠിച്ചു. അത്യാവശ്യം അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമറിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതേ ബഹ് വെച്ചിട്ട് തന്നെ കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ എടുത്തിട്ട് വരും. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.